EDU07 ഫെസിലിറ്റേറ്റിംഗ് ലേണിംഗ് സൈക്കോളജിയിലെ യൂണിറ്റ് 3 പെർസ്പെക്റ്റീവ്സ് ഓൺ ലേണിംഗ്. അപ്പോൾ ഇതിൽ കുറേ തിയറീസ് ആണ് അധികമായിട്ടും വരുന്നത്. ഇത് ബിഹേവിയറിസ്റ്റ് തിയറി വരുന്നുണ്ട്, കൊഗ്നിറ്റീവ് വ്യൂസ്, കൺസ്ട്രക്റ്റീവ് വ്യൂസ്, ഹ്യൂമനിസ്റ്റിക് വ്യൂസ്, സോഷ്യൽ ലേണിംഗ് തിയറി, അങ്ങനെ കുറേ തിയറീസ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ യൂണിറ്റിൻ്റെ സിലബസ് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത് ബിഹേവിയറിസ്റ്റ് വ്യൂസ് ഓൺ ലേണിംഗ്, തിയറീസ് ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്, ട്രയൽ ആൻഡ് എറർ, ഓപ്പറൻറ്റ് കണ്ടീഷനിങ്, എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ്. ഇത്രയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ബിഹേവിയറിസ്റ്റ് തിയറി ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഓൾറെഡി ചിലപ്പോൾ നമ്മൾ ആ തിയറിയിലേക്ക് ആയിരിക്കും ഫസ്റ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്ലാസിക്കൽ കണ്ടീഷനിങ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് നോക്കുന്നുണ്ടാവുക. പക്ഷേ ബിഹേവിയറിസം എന്താണ് എന്നുള്ളതൊന്ന് പൊടി തട്ടിയെടുത്തിട്ട് ആ തിയറീസ് പഠിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ബിഹേവിയറിസം എന്താണെന്ന് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു വരാം. ബിഹേവിയറിസം എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ്. അത് ഫോക്കസ് ചെയ്യുന്നത് ഒരാളിൽ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ബിഹേവിയറിനെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ ഒരാളുടെ ഇൻറ്റേർണൽ മെൻ്റൽ പ്രോസസ്സ് അല്ല, പുറത്ത് കാണുന്ന നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുന്ന, വീക്ഷിക്കാൻ പറ്റുന്ന ബിഹേവിയർ പാറ്റേൺസിനെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ മേജർ കോൺട്രിബ്യൂട്ടേഴ്സ്, ദ ഫൗണ്ടർ ഓഫ് ബിഹേവിയറിസം എന്നറിയപ്പെടുന്നത് ജോൺ ബി വാട്സൺ ആണ്. അദ്ദേഹം എംഫസൈസ് ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചുറ്റുമുള്ള സമൂഹത്തിന് അല്ലെങ്കിൽ ചുറ്റുപാടിന് നമ്മുടെ ബിഹേവിയർ ഷേപ്പ് ചെയ്യുന്നതിൽ വലിയൊരു റോളുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇവാൻ പാവ്ലോവ് ആണ്. പാവ്ലോവ് ആണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നൊരു തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കും ത്രൂ ഹിസ് എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ഡോഗ്സ്. ഓക്കെ, അടുത്തത് എഡ്വേർഡ് തോണ്ടേക്ക്. തോണ്ടേക്കിൻ്റെ 3 തിയറീസ് ആണുള്ളത്. ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ലോ ഓഫ് ഇഫക്റ്റ് ആണ്. അതായത് ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു സാറ്റിസ്ഫൈങ് ഔട്ട്കം കിട്ടുകയാണെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യപ്പെടും എന്നാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു ഗുഡ് മാർക്സ് വാങ്ങിക്കുന്നു, ഇപ്പോൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അത് റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. പിന്നെ വരുന്നത് BF സ്കിന്നറാണ്. BF സ്കിന്നറിൻ്റെയാണ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ്. ഇദ്ദേഹം ഇവിടെ എംഫസൈസ് ചെയ്യുന്നത് റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് പണിഷ്മെൻറ്റ്. റീഇൻഫോഴ്സ്മെൻറ്റിലൂടെയും പണിഷ്മെൻറ്റിലൂടെയും നമുക്ക് ബിഹേവിയർ ഷേപ്പ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി കീ പ്രിൻസിപ്പിൾസ് ഓഫ് ബിഹേവിയറിസം, ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് എഫക്റ്റ്. ഇത് ഓൾറെഡി ഇനി പറയും, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പിന്നെ ഒന്നുള്ളത് സ്റ്റിമുലസ് റെസ്പോൺസ് തിയറിയാണ്. സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ ഉത്തേജകം, റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ പ്രതികരണം. നമ്മൾ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ അതിന് റെസ്പോൺസ് ഉണ്ടാവും. അത് തമ്മിലുള്ള ബോണ്ടാണ് സ്റ്റിമുലസ് റെസ്പോൺസ് തിയറിയിൽ പറയുന്നത്. അപ്പോൾ ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ റിസൾട്ട് ഓഫ് റിയാക്ടിങ്. ഒരു സ്റ്റിമുലസിനോടുള്ള നമ്മുടെ റിയാക്ഷനാണ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഉണ്ട്, ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ഉണ്ട്, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കും. പിന്നെ ഇവിടെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസിൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് ബിഹേവിയറിസം ഇവിടെ പറയുന്നുണ്ട്. റീഇൻഫോഴ്സ്മെൻ്റ് ആണത്, റിവാർഡായിട്ട് കൊടുക്കാം, പ്രൈസ് ആയിട്ട് കൊടുക്കാം, ഡ്രിൽ ആൻഡ് പ്രാക്ടീസ് മെത്തേഡ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ബിഹേവിയറിസത്തിന് ക്രിറ്റിസിസം ഉണ്ട്. അതായത് തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, ക്രിയേറ്റിവിറ്റിക്കൊന്നും ബിഹേവിയറിസം എന്ത് കൊടുക്കുന്നില്ല, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. മെക്കാനിക്കലാണ്, കാരണം അത് ബേസ് ചെയ്തിരിക്കുന്നത് സ്റ്റിമുലസ് റെസ്പോണ്ട് അല്ലെങ്കിൽ SR പാറ്റേണിൽ മാത്രമാണ്. പിന്നെ എക്സ്റ്റേണൽ റിവാർഡിലാണത് കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തിനെ റെഡ്യൂസ് ചെയ്യും? നമ്മൾ ഇന്നലെ കണ്ടു, ഇൻട്രൻസിക് മോട്ടിവേഷൻ, അതായത് സ്വയമായിട്ട് സെൽഫായിട്ടുള്ള മോട്ടിവേഷൻ അത് റെഡ്യൂസ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന തിയറി എന്ന് പറയുന്നത് പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയാണ്. ഓക്കെ, അപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത് ഒരു ലേണിംഗ് പ്രോസസ്സാണ്. ഇത് ഡിസ്കവർ ചെയ്തത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഇവാൻ പാവ്ലോവ് എന്ന് പറയുന്ന ഒരു റഷ്യൻ ഫിസിയോളജിസ്റ്റാണ്. അപ്പോൾ പാവ്ലോവ് ഒരു ദിവസം ഈ നായ്ക്കളുടെ ഡൈജഷൻ, അതായത് അവരുടെ ദഹനം ഒക്കെ എങ്ങനെയാണ് എന്നുള്ളത് നോക്കുമ്പോൾ അദ്ദേഹം ഒരു കാര്യം നോട്ടീസ് ചെയ്യാണ്. അതായത് ഫുഡ് കാണുമ്പോൾ, ഫുഡ് എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറലായിട്ടും, അതായത് ഇപ്പോൾ മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഫീലിങ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീലിംഗ് എന്ന് പറയുന്നതാണ് ഈറ്റിംഗ് ഫുഡ്, ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഫുഡ് കാണുക എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ, ആരും ഫോഴ്സ് ചെയ്ത് ചെയ്യുന്നൊരു കാര്യമല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫുഡ് കാണുമ്പോൾ മാത്രമല്ല നായ സാലിവേറ്റഡ് ആവുന്നത്. അതായത് നമ്മളിപ്പോൾ പറയില്ല, ഭക്ഷണം കഴിക്കുമ്പോൾ നാവിൽ കപ്പലോടും എന്ന് പറയില്ല. ഞാൻ എൻ്റെ എക്സാക്ട് മലയാളം വേർഡ് യൂസ് ചെയ്യുന്നില്ല. അതായത് വായിൽ വെള്ളം വരിക, അല്ലെങ്കിൽ എന്താ പറയുക, തുപ്പൽ വരിക, അതിനെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സാലിവേറ്റ് ചെയ്യുന്നത് ഒരു ഭക്ഷണം കാണുമ്പോൾ മാത്രമല്ല, പക്ഷേ
അദ്ദേഹം നോട്ടീസ് ചെയ്ത സമയത്ത് ഈ ഫുഡ് ഒരു ലാബ് ടെക്നീഷ്യനാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു ലാബ് ടെക്നീഷ്യൻ. അപ്പോൾ ഈ ലാബ് ടെക്നീഷ്യൻ്റെ സൗണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലടി സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നായക്ക് സാലിവേറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി, ഈ ഒരു കൈൻഡ് ഓഫ് ലേണിംഗ് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം യൂസ് ചെയ്തൊരു വേർഡാണ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ന്യൂട്രൽ സ്റ്റിമുലസും നാച്ചുറലി ഒക്യൂറിങ് സ്റ്റിമുലസും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ ഒരു പിക്ചറിലൂടെ ഇത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് കണ്ടീഷനിങ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ബിഫോർ കണ്ടീഷനിങ്, ഡ്യൂറിങ് കണ്ടീഷനിങ്, ആഫ്റ്റർ കണ്ടീഷനിങ്, അങ്ങനെ ഇവിടെ 3 ഫേസസ് ആണുള്ളത്. ബിഫോർ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടീഷൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട രീതിയിൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ജീവിയെ നമുക്ക് വേണ്ട രീതിയിൽ മെരുക്കി കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ കണ്ടീഷനിങ് എന്ന് പറയുക. അതിപ്പം ശക്തമായ രീതിയിലാവണമെന്നില്ല, സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ, ഹാർഡ് ആയിരിക്കണമെന്നില്ല, സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലാണെങ്കിലും. ഇപ്പോൾ കണ്ടീഷനിങ്ങിന് മുമ്പുള്ള അവസ്ഥ, കണ്ടീഷനിങ്ങിൽ എന്ത് സംഭവിച്ചു, കണ്ടീഷനിങ്ങിന് ശേഷം എന്ത് സംഭവിച്ചു, ഈ 3 കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ഈ കണ്ടീഷനിങ്ങിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഫുഡ് കാണുമ്പോൾ മാത്രമായിരുന്നു നായയെ ഈ സാലിവേറ്റ് ചെയ്യുന്നത്. അതായത് ഈ ഫുഡ് എന്ന് പറയുന്നത് US ആണ്, വിച്ച് മീൻസ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. അതായത് പ്രത്യേകിച്ച് യാതൊരു ട്രെയിൻഡ് അല്ല. അത് കാണുമ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നായ എന്തല്ല, ട്രെയിൻഡ് അല്ല. അടുത്തത് ന്യൂട്രൽ സ്റ്റിമുലസ്. അതായത് ഈ ഒരു ബിഫോർ കണ്ടീഷനിങ് ഈ ഫുഡ് കാണുമ്പോൾ മാത്രമാണ് നായ സാലിവേറ്റ് ചെയ്തത്. അപ്പോൾ ഒരു പരീക്ഷണം നടത്തി, ഫുഡിൻ്റെ ഒപ്പം തന്നെ ബെല്ല് റിങ് ചെയ്തുകൊണ്ട് ഒരു പരീക്ഷണം നടത്തി. അപ്പം നായക്ക് അതിൻ്റെ കണക്ഷൻ അറിയില്ല. അപ്പം നായയുടെ ഭാഗത്തു നിന്നും യാതൊരു റെസ്പോൺസ് ഇല്ല. അപ്പം ബെൽ റിങ്ങിങ് എന്ന് പറയുന്നത് ന്യൂട്രൽ സ്റ്റിമുലസ് ആണ്. ഓക്കെ, പിന്നെ ഇവർ കണ്ടിന്യൂ ചെയ്യാനായിട്ട് തുടങ്ങി. ഫുഡ് കൊടുക്കുമ്പോൾ ബെൽ റിങ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത് റിപ്പീറ്റഡ് ആയി കണ്ടപ്പോൾ നായയ്ക്ക് മനസ്സിലായി ബെൽ റിങ് ചെയ്താലും ഫുഡ് കിട്ടും എന്നുള്ളത് നായയ്ക്ക് മനസ്സിലായി. അപ്പം നായ ബെൽ റിങ് അലോങ് വിത്ത് ഫുഡ് ഇത് കാണുമ്പോൾ സാലിവേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അതിനുശേഷം വിത്തൗട്ട് ഫുഡ് ബെൽ റിങ് ചെയ്താൽ മാത്രം നായ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്, റെസ്പോണ്ട് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അതായത് ഫുഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ബെൽ റിങ് ചെയ്യുന്ന സൗണ്ട് കേൾക്കുമ്പോൾ നായ വിചാരിക്കുന്നത് എനിക്ക് ഫുഡ് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റ് വരുന്നത്. അപ്പോൾ ഈ ക്ലാസിക്കൽ കണ്ടീഷനിലൂടെ പാവ്ലോ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഹൗ വി ഡെവലപ്പ് ഓട്ടോമാറ്റിക് ഓർ ഇമോഷണൽ റെസ്പോൺസസ് ടു സർട്ടൻ സ്റ്റിമുലി ബേസ്ഡ് ഓർ റിപ്പീറ്റഡ് എക്സ്പീരിയൻസസ്. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ഇമോഷണൽ റെസ്പോൺസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇവിടെ എക്സ്പെരിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് നോക്കുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. അതായത് ചില അഡ്വർടൈസ്മെൻറ്റ്സിലൊക്കെ സെലിബ്രിറ്റീസിനെയും മ്യൂസിക്കിനെയൊക്കെ അവർ യൂസ് ചെയ്യും. എന്തിനാണെന്ന് പ്ലസൻറ്റ് ഫീലിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ പെർഫ്യൂം അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രിങ്ക്സ്. അപ്പോൾ എപ്പോഴും ഈ പെർഫ്യൂമും ഡ്രിങ്ക്സും വരുമ്പോൾ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി അത് യൂസ് ചെയ്യുന്നതായിട്ട് കാണിക്കും. അപ്പോൾ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഇമോഷണൽ റെസ്പോൺസ് കിട്ടും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിയുമ്പോൾ കൊക്കോകോള അത് എപ്പോഴും യൂസ് ചെയ്യുന്നു. ഒരു ജോയ്ഫുൾ മ്യൂസിക്, സ്മൈലിംഗ് പീപ്പിൾ, പിന്നെ പരസ്പരം എൻഗേജ് ചെയ്യുന്ന പീപ്പിൾ, ഹാപ്പി ആയിട്ടുള്ള പീപ്പിളിനെ കാണിക്കുന്നു. അപ്പോൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി ആളുകൾ പ്രേരിതമാവുകയാണ് ബിക്കോസ് ദി തിങ്ക് ദാറ്റ് ഇറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് ഹാപ്പിനെസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റിയൽ ലൈഫിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഈ പറഞ്ഞ ഇതിൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ എക്സ്പെരിമെൻറ്റിൽ കുറച്ച് കീ ടേംസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്. അതായത് നമ്മൾ ഇവിടെ ഈ ഡോഗിൻ്റെ കേസിൽ ഫുഡ് എന്ന് പറയുന്നതാണ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, UCS. അതായത് ഇറ്റ്സ് എ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഉത്തേജകമാണ്. ദാറ്റ് നാച്ചുറലി ട്രിഗേഴ്സ് എ റെസ്പോൺസ്. ഒരു റെസ്പോൺസ് നാച്ചുറലി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഉത്തേജകത്തിനെ നമുക്ക് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയാം. ഇത് മുൻപ് തന്നെ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒന്നായിരിക്കണം എന്നില്ല. അപ്പോൾ ഫോർ ഡോഗ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ എന്താണ് ഫുഡ്, അതുപോലെ തന്നെ മേ ബി അതിൻ്റെ മദറൊക്കെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഓണർ പോലും ഒരു അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. അത് നമ്മൾ ഇങ്ങനെ കണ്ടീഷൻ ചെയ്ത് എടുത്തിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതിപ്പം ഒരു ചെറിയ ബേബിയുടെ കാര്യത്തിലാണെങ്കിൽ അതിൻ്റെ അമ്മയെ കാണുന്നത്, അതുപോലെ തന്നെ ബ്രസ്റ്റ് കാണുന്നത് ഒക്കെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. നമ്മൾ അതിനെ ട്രെയിൻ ചെയ്ത് എടുത്തിരിക്കുന്നതല്ല, നാച്ചുറൽ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ്. ഇനി എന്താണ് അൺകണ്ടീഷൻഡ് റെസ്പോൺസ്? അതായത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് വരുമ്പോൾ, അതായത് ഒരു അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിനോടൊരു റിയാക്ഷൻ വരും. അത് ലേൺഡ് റിയാക്ഷൻ അല്ല, റിഫ്ലെക്സീവ് റിയാക്ഷൻ ആണ്.
ഈ ഒരു റെസ്പോൺസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഫുഡ് കാണുമ്പോൾ സാലിവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, ഒരു അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. ഇനി അടുത്തത് ന്യൂട്രൽ സ്റ്റിമുലസ്. അതായത് ന്യൂട്രൽ സ്റ്റിമുലസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ കേസിൽ തന്നെ നമ്മൾ ആ ബെല്ല് യൂസ് ചെയ്തത്, ബെല്ല് ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ബിഹേവിയറിൽ യാതൊരു മാറ്റമില്ല. ബെല്ല് റിങ് ചെയ്യുമ്പോൾ നായ്ക്ക്, കാരണം അത് യൂസ്ഡ് ടു അല്ല, അത് എങ്ങനെയാണ് എങ്ങനെയാണ് അതിനെ റെസ്പോണ്ട് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ഡോഗിന് യാതൊരു അറിവും ഇല്ല. ഇനി അത് എങ്ങനെയാണ് മീനിങ് ഫുൾ ആവുന്നത് എന്ന് പറഞ്ഞാൽ ത്രൂ അസോസിയേഷൻ. നമ്മൾ ഈ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, അതായത് നമ്മൾ ആ ഫുഡിൻ്റെ കൂടെ ന്യൂട്രൽ സ്റ്റിമുലസ് ആയിട്ടുള്ള ബെല്ലും കൂടെ ഫസ്റ്റ് റിങ് ചെയ്യുമ്പോൾ ദർ ഇസ് നോ റെസ്പോൺസ്. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യുന്നു, ഒരു അസോസിയേഷൻ അവിടെ ഫോം ചെയ്യുന്നു. അപ്പോൾ സൗണ്ട് ഓഫ് എ ബെൽ ബിഫോർ പെയറിങ് വിത്ത് എനി ഫുഡ് കൊടുക്കുന്നതിന് മുമ്പ് ബെൽ റിങ് ചെയ്യുന്നു, അത് കണ്ടിന്യൂസ് ആവുന്നു. ആഫ്റ്റർ ദാറ്റ് റിങ്ങിങ് ഓഫ് ദ ബെൽ ഫുഡ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ന്യൂട്രൽ സ്റ്റിമുലസ് എന്താവാണ്, കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആവുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് കണ്ടീഷൻഡ് സ്റ്റിമുലസ്? മുൻപ് ന്യൂട്രൽ സ്റ്റിമുലസ് ആയിരുന്ന ഇവിടെ ആ ബെല്ലാണെങ്കിൽ അത് UCSുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു അല്ലെങ്കിൽ അസോസിയേറ്റഡ് ആവുന്നു. അതായത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസുമായിട്ടുള്ള ഫുഡുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ ഒരു റെസ്പോൺസ് ട്രിഗർ ചെയ്യുന്നു. അപ്പോൾ ബെല്ലും ഫുഡും അത് ഒരുമിച്ച് കൊടുക്കുമ്പോൾ കുറേ പ്രാവശ്യം റിപ്പീറ്റായി ചെയ്തതിന് ശേഷം ഇറ്റ് കോസസ് സാലിവേഷൻ. ഓക്കെ, ഇനി അടുത്തതാണ്, ഇനിയിപ്പം ഈ ബെല്ലിൻ്റെ കേസ് മാത്രമല്ല, ഇപ്പം വീട്ടിൽ ഡോഗ്സ് ഒക്കെ ഉള്ളവർക്കറിയാം, നമ്മൾ നായയുടെ കൂടുണ്ടല്ലോ, നായ്ക്കൂടിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ നമ്മളത് തുറന്നാലാണ് പുറത്ത് പോകാൻ പറ്റുക എന്നുള്ളത് നായ്ക്കറിയാം. അപ്പോൾ നമ്മൾ തുറക്കുമ്പോഴത്തേക്കും തന്നെ അത് ഒരു വെപ്രാളം കാണിക്കും, അല്ലെങ്കിൽ നമ്മൾ ആ പരിസരത്ത് എത്തുമ്പോൾ തന്നെ അത് വെപ്രാളം കാണിക്കും. ബിക്കോസ് അത് തിങ്ക് ചെയ്യുന്നത് നമ്മൾ ആ കൂടിൻ്റെ അടുത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അതിനെ തുറക്കാനാണ്, അല്ലെങ്കിൽ അത് തുറന്നു വിടാനാണ്, അല്ലെങ്കിൽ ഫുഡ് കൊടുക്കാനാണ്, അല്ലെങ്കിൽ അതിനെ സ്നേഹിക്കാനാണെന്നൊക്കെ വിചാരിച്ചിട്ട് അത് ആ റെസ്പോൺസ് കാണിക്കാനായിട്ട് തുടങ്ങും അല്ലെ. അതൊക്കെ എന്ത് തന്നെയാണ്, നമ്മളത് കണ്ടീഷൻ ചെയ്ത് എടുക്കുന്ന ഒരു പ്രവൃത്തിയും കൂടെയാണ്. അതായത് അടുത്ത് ചെന്നാൽ കൂട് തുറക്കാനാണെന്നുള്ളത് നായ ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കുകയാണ്. ഇനി അടുത്തത് എന്താണ്, കണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ കണ്ടീഷനിങ് ചെയ്ത സ്റ്റിമുലസ് ഉണ്ടല്ലോ, സ്റ്റിമുലസ് എന്ന് പറയുമ്പോൾ ബെൽ പ്ലസ് ഫുഡ്, അതിനോട് വരുന്ന റെസ്പോൺസിനെയാണ് എന്ത് പറയുക, കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയുക. ഇനിയിപ്പോൾ ബെല്ല് വിത്തൗട്ട് ഫുഡ് ബെല്ല് ഒറ്റയ്ക്ക് റിങ് ചെയ്താലും നായ എങ്ങനെയാണ് മുൻപ് റെസ്പോൺസ് ചെയ്തിരുന്നത് അതുപോലെ തന്നെ റെസ്പോൺസ് ചെയ്യും. ഇനി ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ കുറേ ടേംസ് ഉണ്ട്, കുറേ ടേംസ് ഒന്നുമില്ല, ഒരു 5 ടേംസ് ഉണ്ട്. ഒന്ന് അക്വിസിഷൻ. അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നേടിയെടുക്കുക, അല്ലെങ്കിൽ അതിൽ പരിചിതമാവുക, അല്ലെങ്കിൽ ഒരു കാര്യം നേടിയെടുക്കുക എന്നുള്ള അർത്ഥമാണ്. ദ ഫേസ് ഡ്യൂറിങ് വിച്ച് ദ NS, that means the neutral stimulus is paired repeatedly with the UCS. അതായത് ഇപ്പോൾ ഫുഡും ബെല്ലും കൂടെ റിപ്പീറ്റഡ്ലി പെയർ ചെയ്യുക. The organism begins to associate both and the NS becomes a CS. അതായത് ന്യൂട്രൽ സ്റ്റിമുലി ആയിരുന്നിട്ടുള്ള ബെല്ല് ഇവിടെ എന്തായി മാറുകയാണ്, കണ്ടീഷൻഡ് സ്റ്റിമുലി ആയിട്ട് മാറുകയാണ്. ഓക്കെ, ദ ചൈൽഡ് ഹിയേഴ്സ് എ ബെൽ ബിഫോർ മീൽസ് ഡെയിലി. ഇവൻച്വലി ദ ബെൽ അലോൺ മേക്സ് ദ ചൈൽഡ് ഫീൽ ഹംഗ്രി. ഇപ്പം നമ്മൾ കോളേജിലൊക്കെ ആണെങ്കിലും നമ്മൾ 1 മണി ആകുമ്പോഴാണ് നമ്മൾ ഡെയിലി ഫുഡ് കഴിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലിരിക്കുന്ന ഒരു വീക്കെൻഡ് ആണെങ്കിൽ പോലും മേ ബി ഈ 1 മണിക്ക് നമുക്ക് നാച്ചുറലി വിശക്കാനായിട്ട് തുടങ്ങും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനോട് പരിചിതമായി, ആ ഒരു ടൈം ഷെഡ്യൂളിനോട് നമ്മൾ പരിചിതമായി, അപ്പം നാച്ചുറലി അത് നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് എക്സ്റ്റൻഷൻ. ഒക്കോഴ്സ് വെൻ the CS, that means the conditioned stimuli is presented repeatedly without the UCS. അപ്പോൾ അതായത് ഒരു നേരത്തെ നമ്മൾ പറഞ്ഞു ന്യൂട്രൽ സ്റ്റിമുലി ആയിട്ടുള്ള ബെല്ല് നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി പെയർ ചെയ്യുമ്പോൾ ന്യൂട്രൽ സ്റ്റിമുലി മാത്രം കാണിച്ചാലും റെസ്പോൺസ് കിട്ടുമെന്നുള്ളത്. പക്ഷേ കുറേ കാലം ഈ ന്യൂട്രൽ സ്റ്റിമുലി മാത്രം കാണിക്കുന്നു, അതായത് ബെല്ല് മാത്രം ഇങ്ങനെ റിങ് ചെയ്യുന്നു, ഫുഡ് കിട്ടുന്നില്ലെങ്കിൽ ഓവർ ടൈമിൽ എന്ത് ചെയ്യും, റെസ്പോൺസ് കിട്ടില്ല. കുറേ കാലം ഇങ്ങനെ ബെല്ല് മാത്രം കാണിക്കുന്നു, ഫുഡ് കിട്ടുന്നില്ലെങ്കിൽ നായ്ക്ക് മനസ്സിലാവും ഇനി റെസ്പോണ്ട് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല, അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ആ ബിഹേവിയർ അവിടെ എന്ത് ചെയ്യപ്പെടുകയാണ്, അവിടെ നിലനിൽക്കുന്നില്ല, അതിനൊരു സ്റ്റോപ്പേജ് വരികയാണ്. ഇഫ് ദ ബെൽ റിങ്സ് ബട്ട് നോ ഫുഡ് ഫോളോസ്, ദ ഡോഗ് ഗ്രാജുവലി സ്റ്റോപ്സ് സാലിവേറ്റിംഗ് അറ്റ് ദ ബെൽ. പിന്നെ ബെല്ലടിച്ചാലും നായ്ക്ക് പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. ഇനി സ്പോണ്ടേനിയസ് റിക്കവറി. ഇനി ഒരു റെസ്റ്റ് പീരീഡ് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ആ കണ്ടീഷൻഡ് റെസ്പോൺസിനെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം വെൻ ദ കണ്ടീഷൻഡ് സ്റ്റിമുലി ഈസ് പ്രസൻറ്റഡ്. അതായത് കുറേ നാൾ നമ്മൾ ഈ ബെല്ലടിക്കുന്നു പക്ഷെ ഫുഡ് കൊടുക്കുന്നില്ല, അപ്പോൾ നായയുടെ റെസ്പോൺസ് ഇല്ലാതാവുന്നു, നമ്മളൊരു ബ്രേക്ക് കൊടുക്കുകയാണ്. ഈ ബ്രേക്കിന് ശേഷം വീണ്ടും നമ്മൾ ബെല്ലടിക്കുമ്പോൾ, ബെല്ലിൻ്റെ സൗണ്ട് കേൾപ്പിക്കുമ്പോൾ നായ്ക്ക് മുമ്പുണ്ടായിരുന്ന പോലത്തെ റെസ്പോൺസ് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ജനറലൈസേഷൻ.
ജനറലൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റെസ്പോൺസ് കണ്ടീഷൻഡ് ടു വൺ സ്റ്റിമുലസ് മേ ഓൾസോ ഒക്കർ ടു similar stimuli. A child scared of a white rat may also fear a white rabbit or fur coat. അതായത് ഇതൊരു റെസ്പോൺസ് ആണ്. അതായത് ഒരു സ്റ്റിമുലസിനോട് മാത്രം കണ്ടീഷൻഡ് ആയിട്ടുള്ള ആളുകൾ, അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇത് കാണുമ്പോൾ കണ്ടീഷൻഡ് ആയിട്ടുള്ള ആളുകൾ സിമിലർ ആയിട്ടുള്ള മറ്റെന്തിനെ കണ്ടാലും ആ റെസ്പോൺസ് എക്സിബിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അതായത് ഇപ്പോൾ വൈറ്റ് റാറ്റിനെ പേടിയുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വൈറ്റ് റാബിറ്റ് കണ്ടാലും ആ കുട്ടിക്ക് എന്ത് വരാം, പേടി വരാം. അല്ലെങ്കിൽ ഒരു ഫർ കോട്ട് കണ്ടാലും, അതായത് കോട്ട്, ഈ മൃഗങ്ങളുടെ സ്കിന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന കോട്ട് കണ്ടാലും ആ കുട്ടിക്ക് പേടി വരാം. അതിനാണ് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അതായത് ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഒരാൾക്ക് ഡാർക്ക്നെസ് അല്ലെങ്കിൽ പേടിയാണെങ്കിൽ ഇപ്പോൾ കറുത്ത നിറമുള്ള എന്തിനെ കണ്ടാലും മേ ബി അവർക്ക് ആ പേടി വരാം. അല്ലെങ്കിൽ ഒരു ഇരുട്ട് ഉള്ള എന്തിനെ കണ്ടാലും അവർക്ക് പേടി വരാം. സിമിലർ ആയിട്ടുള്ള എല്ലാത്തിനോടും അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന എല്ലാത്തിനോടും ആ ഒരു സെയിം റെസ്പോൺസ് എക്സിബിറ്റ് ചെയ്യാം. അതിനാണ് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ഡിസ്ക്രിമിനേഷൻ. ഡിസ്ക്രിമിനേഷനിൽ എന്താണെന്ന് പറഞ്ഞാൽ കണ്ടീഷൻഡ് സ്റ്റിമുലിയും ആൻഡ് അതർ similar stimuli that do not signal the UCS. ഓക്കെ, ഇപ്പം നമ്മൾ നായി ഇങ്ങനെ ബെല്ല് റിങ് ചെയ്തിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പം അതിനോട് സിമിലർ ആയിട്ടുള്ള ഏത് സൗണ്ട് കണ്ടാലും നായ ഈ റെസ്പോൺസ് കാണിക്കണം എന്നില്ല. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടെങ്കിൽ അത് ഡിസ്ക്രിമിനേഷൻ. ആ ക്യാപ്പബിലിറ്റി, ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഇല്ലെങ്കിൽ അതാണ് ജനറലൈസേഷൻ. അതായത് ഒരേപോലെയുള്ള രണ്ട് വസ്തുക്കൾ തമ്മിൽ ഒരാൾക്ക് വേർതിരിക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഇപ്പോൾ ബെല്ലിൻ്റെ സൗണ്ടും ചിലപ്പോൾ ഒരു പാത്രം വീഴുന്നൊരു സൗണ്ടും, അത് രണ്ടും രണ്ടാണെന്ന് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ, വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് കോൾഡ് ഡിസ്ക്രിമിനേഷൻ. ഇനി അത് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതാണ് ജനറലൈസേഷൻ. ഇനി എന്താണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ്? ഇപ്പോൾ ഫസ്റ്റ് വൺ എന്താണെന്ന് പറഞ്ഞാൽ ലേണിംഗ് ത്രൂ അസോസിയേഷൻ. അതായത് ലേണിംഗ് ഇപ്പോൾ എന്തെങ്കിലും ഒന്നുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പഠിക്കുക, അപ്പോൾ അത് കുറച്ചുകൂടെ പോസിറ്റീവ് ആവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ പ്രൈസിങ് സ്റ്റുഡൻസ് വെൻ ദേ ആൻസർ കറക്റ്റ്ലി മേക്സ് ദം അസോസിയേറ്റ് ലേണിംഗ് വിത്ത് സക്സസ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി കറക്റ്റായിട്ട് ആൻസർ പറയുമ്പോൾ നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അവർ മനസ്സിലാക്കുകയാണ്, ഓക്കെ ഇഫ് ഐ ഗീവ് ഹർ ദ കറക്റ്റ് ആൻസേഴ്സ് എനിക്ക് ആ ഒരു കൈൻഡ് ഓഫ് പ്രൈസിങ് കിട്ടും എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. അല്ലെങ്കിൽ ആ ലേണിങ്ങിനെ ഒരു സക്സസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തേതാണ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹാബിറ്റ്സ്. ഇപ്പോൾ ക്ലാസ് റൂം റുട്ടീൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു എക്സ്പെക്റ്റഡ് ബിഹേവിയർ ഫോളോ ചെയ്യാനായിട്ട് കുട്ടികളെ പ്രേരിപ്പിക്കും. അതായത് ഇപ്പോൾ നാഷണൽ ആന്തം വരുമ്പോൾ സ്റ്റാൻഡപ്പ് ചെയ്യണം എന്ന് നമ്മൾ പഠിപ്പിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ തിയേറ്ററിലാണെങ്കിൽ പോലും നാഷണൽ ആന്തം കേട്ടാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യുകയാണ്, എണിച്ച് നിൽക്കുകയാണ് അല്ലേ. അടുത്തത് ടീച്ചിങ് ബേസിക്സ് ലൈക്ക് ആൽഫബറ്റ്സ് ആൻഡ് നമ്പേഴ്സ്. അതായത് എ ഫോർ ആപ്പിൾ എന്ന് പറഞ്ഞിട്ട് ആപ്പിളിൻ്റെ പിക്ചർ നമ്മൾ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ റിപ്പീറ്റഡായി നമ്മൾ കാണിച്ചിട്ട് വിത്തൗട്ട് ദ ലെറ്റേഴ്സ് നമ്മൾ ഒരു ആപ്പിൾ മാത്രം കാണിച്ചാലും കുട്ടി ആപ്പിൾ, എ ഫോർ ആപ്പിൾ അല്ലെങ്കിൽ ആപ്പിൾ എന്ന് പറയാനായിട്ട് കുട്ടിക്ക് സാധിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ആ വേർഡ്സ് മാത്രം, അല്ലെങ്കിൽ ആപ്പിൾ എന്ന് പറയുന്ന വേർഡ് മാത്രം കാണിച്ചാലും പിക്ചർ ഇല്ലെങ്കിൽ പോലും ഗ്രാജ്വലി കുട്ടിക്ക് എന്തിനുള്ള കഴിവ് വരുന്നുണ്ട്, അത് ആപ്പിൾ ആണെന്ന് റെക്കഗ്നൈസ് ചെയ്യാനുള്ള കഴിവ് കിട്ടുന്നുണ്ട്. ഇനി യൂസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്. അതായത് നമുക്ക് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഡിസയേർഡ് ബിഹേവിയർ, ഒരു കുട്ടിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന ബിഹേവിയറിനെ അത് സ്ട്രെങ്തൻ ചെയ്യും. ഇപ്പോൾ ചില ടീച്ചേഴ്സ് സ്റ്റാർസ് ഒക്കെ കൊടുക്കും, അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സ് ഒക്കെ കൊടുക്കും. ഹോംവർക്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതൊക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റിക്കേഴ്സും സ്റ്റാർസും ഒക്കെ കൊടുക്കുന്നുണ്ട്. അതൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഇനി അടുത്തത് ക്ലാസ് റൂം മാനേജ്മെൻറ്റ്. ക്ലാസ് റൂം മാനേജ്മെൻറ്റിൽ കുട്ടികളുടെ ബിഹേവിയറിനെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഗുഡ് ബിഹേവിയറിന് എന്ത് കൊടുക്കുക, റിവാർഡ്സ് ഒക്കെ കൊടുക്കുമ്പോൾ അതും കുട്ടികളെ ഒരു ബിഹേവിയറിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ കൈ അടിക്കുക, അതുപോലെ തന്നെ സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മൾ കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കുക, അപ്പോൾ അതൊക്കെ ആ ബിഹേവിയറിനെ റീഇൻഫോഴ്സ് ചെയ്യും. ഇനി ക്രിയേറ്റ് എ പോസിറ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ്. അതിനും നമുക്ക് ക്ലാസിക്കൽ കണ്ടീഷനിങ് യൂസ്ഫുൾ ആണ്.
വളരെ ഒരു കാം ആൻഡ് എൻജോയബിൾ ക്ലാസ് റൂം ആണെങ്കിൽ സ്കൂൾ എന്ന് പറയുന്നതിന് അവർ ഭയങ്കര പ്ലസൻറ്റ് എക്സ്പീരിയൻസ് ആയിട്ടായിരിക്കും അസോസിയേറ്റ്. ഇപ്പോൾ ചില കുട്ടികൾ പറയും എനിക്ക് പോകണ്ട, ഇന്ന് ആ ടീച്ചറാണ് എന്ന്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് ആ ടീച്ചറാണ്, എനിക്ക് ആ ക്ലാസ്സിൽ പോകണ്ട, സ്കൂളിൽ പോകണ്ട എന്നൊക്കെ കുട്ടികൾ പറയാൻ കാരണം ആ ടീച്ചർ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ചെയ്യുമ്പോൾ കുട്ടികൾ എന്തായിരിക്കും, അവർക്ക് സ്കൂളിൽ പോകാൻ അല്ലെങ്കിൽ ക്ലാസ്സിൽ പോകാനായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇപ്പോൾ മ്യൂസിക് യൂസ് ചെയ്യുക, ഗെയിംസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിംഗ് ലെസൺസ് ഒക്കെ യൂസ് ചെയ്യുന്നത് കുട്ടികളെ കുറച്ചും കൂടെ കണക്റ്റഡ് ആക്കും. അല്ലെങ്കിൽ ചില സ്പെസിഫിക് ഡേയ്സ് ഉണ്ടല്ലോ, അതിലൊക്കെ പോകാനായിട്ട് കുട്ടികൾക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ചിൽഡ്രൻസ് ഡേ, അപ്പോൾ അവർക്കറിയാം ചോക്ലേറ്റ്സ് കിട്ടും. ഇപ്പോൾ യൂസ്ഡ് ടു ആണെങ്കിൽ ചോക്ലേറ്റ്സ് കിട്ടും, കളർ ഡ്രസ്സ് ഇടാം, അങ്ങനെയുള്ള ഡേയ്സിലൊക്കെ സ്കൂളിൽ പോകാൻ, അല്ലെങ്കിൽ ബർത്ത്ഡേക്കൊക്കെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ദേ വിൽ ബി ഡിസ്ട്രിബ്യൂട്ടിംഗ് ഗിഫ്റ്റ്സ്, അല്ലെങ്കിൽ ചോക്ലേറ്റ്സ്, വെയറിങ് കളർഫുൾ ഡ്രസ്സസ്. അപ്പോൾ അത് ആ ഒരു പെർട്ടിക്കുലർ ഡേയിൽ, വേറെ ഏത് ദിവസം പോയില്ലെങ്കിലും ആ ഒരു ടീച്ചേഴ്സ് ചീത്ത പറയില്ല എന്നൊക്കെ അറിയാം. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ദേ ആർ റിയലി റെഡി, അല്ലെങ്കിൽ അവർക്ക് റിയലി ദേ വോണ്ട് ടു ഗോ ഇൻ ടു ദി ക്ലാസ് റൂം എന്നുള്ളതാണ്. ഇനി അൺഡിസൈറബിൾ ബിഹേവിയറിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് അസോസിയേറ്റഡ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ റിമൂവിങ് ദ അസോസിയേറ്റഡ് റീഇൻഫോഴ്സ്മെൻറ്റ്. അതായത് ഇപ്പം ചില ക്ലാസ്സുകളിൽ അറ്റൻഷൻ സീക്കേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അറ്റൻഷൻ സീക്കാൻ വേണ്ടി അവർ പലതും കാണിക്കും. ചിലപ്പോൾ തല കുത്തിമറിയും, അല്ലെങ്കിൽ ബഹളം വെക്കും, അല്ലെങ്കിൽ ഡെസ്കിൽ കൊട്ടും, അങ്ങനെ പല കൈൻഡ് ഓഫ് ബിഹേവിയർ ഉണ്ടാവും. അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ ആ ബിഹേവിയറിനെ അത് എലിമിനേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ചില കുട്ടികൾ ഇങ്ങനെ വാശി പിടിച്ചൊക്കെ നിലത്ത് കിടന്ന് ഉരുളും പരളും ഒക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ഓടിപ്പോയി അയ്യോ മോളെ മോനെ ഇങ്ങനെ ഒന്നും ചെയ്യില്ല, അമ്മ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞാൽ ദേ വിൽ ബി കീപ്പ് ഓൺ റിപ്പീറ്റിംഗ് ദാറ്റ് ബിഹേവിയർ. അതേസമയം നമ്മളതിനെ ഇഗ്നോർ ചെയ്യുകയാണ്, നമ്മളതിനെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ കുറേ ചെയ്ത് കഴിയുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവും ഇതുകൊണ്ടൊന്നും ഏക്കൂല എന്നുള്ളത് കുട്ടിക്ക് മനസ്സിലാക്കിയിട്ട് കുട്ടി എന്ത് ചെയ്യും, അത് സ്റ്റോപ്പ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ലാംഗ്വേജ് ലേണിംഗ്. അസോസിയേറ്റിംഗ് വേർഡ്സ് വിത്ത് വിഷ്വൽസ് ഓർ ആക്ഷൻസ്. അതായത് ഇപ്പം നേരത്തെ കണ്ട പോലെ തന്നെ വേർഡ്സിനെ ഏതെങ്കിലും വിഷ്വൽസുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആക്ഷൻസുമായിട്ടോ ഒക്കെ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ കുട്ടിക്ക് ലാംഗ്വേജ് അക്വിസിഷൻ പെട്ടെന്ന് പോസിബിൾ ആയിരിക്കും. അതായത് ഒരു ബോൾ കാണിച്ചുകൊണ്ട് നമ്മൾ പറയുന്നു ബോൾ എന്ന് കണ്ടിന്യൂസ്ലി പറയുമ്പോൾ ആ കുട്ടി അതുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. അപ്പോൾ ലേണിംഗ് ത്രൂ അസോസിയേഷനും ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ ഒരു എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷനാണ്. ദ ഫൈനൽ ഇംപ്ലിക്കേഷൻ ഈസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമോഷണൽ റെസ്പോൺസസ്. അതായത് ഫിയർ, ലവ്, ഹാപ്പിനെസ് തുടങ്ങിയ ഇമോഷൻസും നമുക്ക് കണ്ടീഷൻ ചെയ്തെടുക്കാം. ഇഫ് എ ചൈൽഡ് ഓൾവേസ് ഹിയേഴ്സ് എൻകറേജിങ് വേർഡ്സ് ഡ്യൂറിങ് മാത്ത് ക്ലാസ്, അവർക്ക് എന്ത് സംഭവിക്കും, ആ സബ്ജക്റ്റിനെ അവർ ലൈക്ക് ചെയ്യാനായിട്ടും ഇഷ്ടപ്പെടാനായിട്ടും തോന്നുന്നത്. എപ്പോഴും മാത്സ് ക്ലാസ്സിൽ എൻകറേജിങ് വേർഡ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, സയൻസ് മാത്സ് എന്നൊക്കെ പറയുന്ന കുട്ടികൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളാണ് യൂഷ്വലി. അപ്പോൾ അങ്ങനെയുള്ള സബ്ജക്ട്സ് എടുക്കുമ്പോൾ അവരെ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ആ സബ്ജക്റ്റിനോട് ഒരു ലൈക്കിംഗ് ഒക്കെ വരാമെന്ന് പറയുന്നുണ്ട്. ഇനി കൺക്ലൂഷനിൽ പറയുന്നത് പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി റിവീൽ ചെയ്യുന്നത് എങ്ങനെയാണ് ഇൻവോളണ്ടറി ബിഹേവിയേഴ്സ് ആൻഡ് ഇമോഷണൽ റെസ്പോൺസസ് ക്യാൻ ബി ലേൺഡ് ത്രൂ അസോസിയേഷൻ. That means actions performed automatically and without conscious. അതായത് കോൺഷ്യസ് ആയിട്ടോ നമ്മൾ സാധാരണമായിട്ട് നാച്ചുറലായിട്ട് ചെയ്യുന്നതിനാണ് ഇൻവോളണ്ടറി ആക്ഷൻ. ഫോഴ്സ് ചെയ്ത് ചെയ്യുന്നതല്ല, നമ്മൾ അറിയാതെ തന്നെ ചെയ്തു പോകുന്ന ചില കാര്യങ്ങളാണ്. ആ ഇൻവോളണ്ടറി ബിഹേവിയറിനെയും ഇമോഷണൽ റെസ്പോൺസസിനെയൊക്കെ നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അസോസിയേഷൻ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഫോഴ്സ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ അത് ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇത് എംഫസൈസ് ചെയ്യുന്ന കാര്യം, ലേണിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ആക്റ്റീവ് തിങ്കിങ്ങിൻ്റെ റിസൾട്ട് ആവണമെന്നില്ല. ചിലപ്പോൾ അത് പാസീവ്ലി നമ്മുടെ എൻവയോൺമെൻറ്റിലൂടെ അല്ലെങ്കിൽ റെപ്പിറ്റേഷനിലൂടെയൊക്കെ സംഭവിക്കുന്ന ഒന്നായിരിക്കാം. ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ ഏതെങ്കിലും ഒരു ബിഹേവിയർ മാനേജ് ചെയ്യാൻ വേണ്ടി, ലേണിംഗ് എൻകറേജ് ചെയ്യാൻ വേണ്ടി, ഒരു സപ്പോർട്ടീവായിട്ടുള്ള എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ നമുക്ക് ക്ലാസിക്കൽ കണ്ടീഷനിങ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ തിയറിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നത് ടീച്ചേഴ്സിന് സ്റ്റുഡൻസിൻ്റെ ഹാബിറ്റ്സ്, ആറ്റിറ്റ്യൂഡ്സ്, ഇമോഷണൽ റെസ്പോൺസസ് ഒക്കെ കുറച്ചും കൂടെ ഇഫക്റ്റീവായിട്ട് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അടുത്തത് BF സ്കിന്നറിൻ്റെ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ആണ്. BF സ്കിന്നർ ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്. ഇദ്ദേഹം, അതായത് ഇപ്പം ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ പാവ്ലോ ഇൻവോളണ്ടറി ബിഹേവിയറിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. ഇൻവോളണ്ടറി ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കോൺഷ്യസ് അല്ലാതെ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളെയാണ് നമ്മൾ ഇൻവോളണ്ടറി ബിഹേവിയേഴ്സ് എന്ന് പറയാം. ഓക്കെ, പക്ഷേ സ്കിന്നർ ഫോക്കസ് ചെയ്തത് വോളണ്ടറി ബിഹേവിയറിലാണ്. അതായത് നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോഴ്സ്ഡ് ആയിട്ട് അല്ലെങ്കിൽ യൂസ്ഡ് ടു ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് വോളണ്ടറി ബിഹേവിയറിൽ വരുന്നത്. ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഷേപ്ഡ് ബൈ ഇറ്റ്സ് കോൺസിക്വൻസസ്. അപ്പോൾ നമ്മൾ ഈ മനഃപൂർവ്വം ഡെലിബറേറ്റ് ആയി ചെയ്യുന്ന ഈ ബിഹേവിയർ
എങ്ങനെയാണ് അതിൻ്റെ കോൺസിക്വൻസസാൽ ഷേപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് കാണാം പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഫേസ് ആണ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്നുള്ളത്. കാരണം ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇൻവോളണ്ടറി റിഫ്ലെക്സീവ് ആയിട്ടുള്ള റെസ്പോൺസസുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ഇനി ഈ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത് തോൺഡൈക്കിൻ്റെ ലോ ഓഫ് എഫക്റ്റിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതായത് ചില ബിഹേവിയേഴ്സിന് തൃപ്തികരമായിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാകും, അല്ലെങ്കിൽ സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാകും. അത് വീണ്ടും വീണ്ടും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ചില ബിഹേവിയറിന് ഡിസ്കംഫർട്ട് ആണ് അതിൻ്റെ റിസൾട്ട് എങ്കിൽ ദേ ആർ ലെസ് ലൈക്ലി ടു റിക്കർ. അത് വീണ്ടും ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, ഇനി ഇതിലെ കീ കോൺസെപ്റ്റ്സ് നോക്കാം. ഫസ്റ്റ് വൺ, ഓപ്പറൻറ്റ് ബിഹേവിയർ. അതായത് a voluntary action emitted by an organism that has an effect on the environment. Behavior is influenced by the consequences that follow, not by a preceding stimulus. A student raises her hand to answer a question. If praised, she is likely to repeat it. അതായത് ഒരു ആക്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് അനുസരിച്ചിട്ടാണ് ആ ബിഹേവിയർ കണ്ടിന്യൂ ചെയ്യുന്നത്, ഒരിക്കലും അതിൻ്റെ സ്റ്റിമുലസ് അനുസരിച്ചിട്ടല്ല. ഓക്കെ, അപ്പോൾ ഇതിന് എക്സാമ്പിളായിട്ട് പറയുന്നത്, ഒരു കുട്ടി ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാനായിട്ട് ആ കുട്ടി ഹാൻഡ് റൈസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആ ഉത്തരത്തിന് ആ കുട്ടിക്ക് അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് എങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യും? വീണ്ടും നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ആൻസർ ചെയ്യാനുള്ളൊരു ടെൻഡൻസി കിട്ടും. അതായത് ഇവിടെ സ്റ്റിമുലസിന് പ്രത്യേകിച്ച് യാതൊരു റോളുമില്ല. എന്താണ് അതിൻ്റെ കോൺസിക്വൻസ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ആ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇനി എന്താണ് റീഇൻഫോഴ്സ്മെൻറ്റ്? നമ്മൾ പല കാര്യങ്ങളും അതിനൊരു ഇമ്പക്ച്വസ് എന്നൊക്കെ പറയാം, അതായത് ഒരു പ്രേരണ എന്ന് പറയാം. അപ്പോൾ ചിലതിനെയൊക്കെ നമ്മൾ പ്രേരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുമ്പോൾ ആ ബിഹേവിയർ വീണ്ടും വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇവിടെ ആദ്യം പറയുന്നത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഇവിടെ നമ്മളൊരു പ്ലസൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലസ് കൊടുക്കുന്നു ആഫ്റ്റർ എ പെർട്ടിക്കുലർ ബിഹേവിയർ. ഇപ്പോൾ എന്താ, ഹോംവർക്ക് ചെയ്താൽ ചോക്ലേറ്റ് കൊടുക്കുക, കറക്റ്റ് ആൻസർ പറഞ്ഞാൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആണ് ടീച്ചർ പ്രൈസ് ചെയ്യുന്നത്, സർട്ടിഫിക്കറ്റ്സ്, മെഡൽസ്, അപ്രീസിയേഷൻ, ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ഇതൊക്കെ എന്താണ്? പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഇനി എന്താണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്? അപ്പോൾ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ പണിഷ്മെൻ്റ് ആണ് ഇതെന്ന് വിചാരിക്കും. പക്ഷേ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ഒരിക്കലും പണിഷ്മെൻ്റ് അല്ല. അതായത് അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലസിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു ബിഹേവിയർ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ഹോംവർക്ക് ചെയ്യുമ്പോൾ ചോക്ലേറ്റ് കൊടുക്കുന്നത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. പക്ഷെ നമ്മളിപ്പോൾ കുട്ടികളോട് പറയുകയാണ്, നിങ്ങൾ നല്ല കുട്ടികളായിട്ട് മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഹോംവർക്ക് തരില്ല. അപ്പോൾ കുട്ടികളൊക്കെ ഓക്കെ ഇന്ന് ഹോംവർക്ക് ചെയ്യേണ്ട, അവർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല നാച്ചുറലി. അപ്പോൾ എനിക്ക് ഇന്ന് മിണ്ടാതിരുന്ന് ഹോംവർക്ക് ചെയ്യേണ്ടി വരില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? മിണ്ടാതിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവരെ ഹോംവർക്കിൽ നിന്നും എക്സെപ്റ്റ് ചെയ്യാമെന്നുള്ള ഒരു പ്രോമിസോട് കൂടി നമ്മൾ ആ കുട്ടികളെ നല്ലൊരു ബിഹേവിയറിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. പക്ഷെ ഇവിടെ പണിഷ്മെൻറ്റോ അല്ലെങ്കിൽ കുട്ടികളെ ഹറാസ് ചെയ്യുന്ന രീതിയിലോ ഒന്നുമില്ല. ഓക്കെ, ഇനി റിമൂവിങ് ക്ലീനിങ് ഡ്യൂട്ടി ഫോർ ഗുഡ് ടെസ്റ്റ് പെർഫോമൻസ്. അതായത് നല്ല പെർഫോമൻസ് കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ ക്ലാസ് ക്ലീനിങ്ങോ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതിൽ നിന്നും ഒഴിവാക്കാം എന്നുള്ളത്. ഓക്കെ, ടേണിംഗ് ഓഫ് നോയ്സ് വെൻ ദ കറക്റ്റ് ബട്ടൺ ഈസ് പ്രസ്ഡ്. ഇപ്പോൾ ഒരു ഇപ്പം ഇതൊക്കെ ഒരു ആക്ടിവിറ്റി പോലെയാണ് കേട്ടോ. കറക്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു നോയ്സ് മേക്ക് ചെയ്യുന്നുണ്ടാവും, അത് ടേൺ ഓഫ് ചെയ്യും. അപ്പം നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഇതൊരിക്കലും ഒരു പണിഷ്മെൻ്റ് അല്ല, പക്ഷേ നമ്മളൊരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലസിനെ നമ്മൾ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്, ഇത് ബിഹേവിയറിനെ സ്ട്രെങ്തൻ ചെയ്യാണ് ചെയ്യുന്നത്. അടുത്തത് പണിഷ്മെൻറ്റ്. പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത അത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞപ്പോൾ അടിക്കുക, ഇതൊക്കെ പണിഷ്മെൻറ്റിൽ വരും. ചീത്ത പറയുക, ഇതൊക്കെ പണിഷ്മെൻറ്റിൽ വരും. ഇനി പണിഷ്മെൻറ്റിലും പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. പോസിറ്റീവ് പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അൺപ്ലസൻറ്റ് സ്റ്റിമുലസ് നമ്മൾ ആഡ് ചെയ്യണം ഒരു ബിഹേവിയർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ക്ലാസ്സിൽ സംസാരിക്കുമ്പോൾ നമ്മൾ സ്കോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചീത്ത പറയുന്നത്, അല്ലെങ്കിൽ ലേറ്റായിട്ട് വന്നാൽ എക്സ്ട്രാ വർക്ക് കൊടുക്കുക. എല്ലാവരും ഒരു അസൈൻമെൻറ്റ് എഴുതുന്നുള്ളൂ, നീ മാത്രം 3 അസൈൻമെൻറ്റ് എഴുതിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എക്സ്ട്രാ വർക്കൊക്കെ കൊടുക്കുന്നത് പോസിറ്റീവ് പണിഷ്മെൻറ്റ് ആണ്. ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള താല്പര്യമില്ലാത്തൊരു സ്റ്റിമുലസ് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെഗറ്റീവ് പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലസിനെ റിമൂവ് ചെയ്യാണ്, അവർക്ക് താല്പര്യമുള്ള ഒരു സ്റ്റിമുലസിനെ നമ്മൾ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നെഗറ്റീവ് പണിഷ്മെൻറ്റ് ഇപ്പോൾ എന്താ പറയുക, നിങ്ങൾ മിസ്ബിഹേവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് PT പീരീഡ് ഇല്ല, നിങ്ങൾക്ക് ഇന്ന് പ്ലേ ടൈം ഇല്ല, അതായത് അല്ലെങ്കിൽ ഇന്ന് കുട്ടി വാശി പിടിച്ചുകൊണ്ട് ഇന്ന് നിനക്ക് TV കാണിക്കുന്നില്ല, അല്ലെങ്കിൽ നിനക്ക് തരാമെന്ന് പറഞ്ഞ ഒരു റിവാർഡ് ഞാൻ തരുന്നില്ല ഫോർ നോട്ട് ഫോളോയിങ് റൂൾസ്. അതിനെയാണ് നെഗറ്റീവ് പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു തരാമെന്ന്, പക്ഷേ ജസ്റ്റ് അല്ലെങ്കിൽ ആ
ബർത്ത്ഡേയുടെ തലേ ദിവസമായിരിക്കും ചിലപ്പോൾ ആ കുട്ടിയും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ചിലപ്പോൾ പറയുകയാണ് നിനക്ക് ബർത്ത്ഡേക്ക് ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു തരാമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ഞാനിതിന് വാങ്ങിച്ചു തരുന്നില്ല. അപ്പോൾ ആ കുട്ടി എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ആ പ്ലസൻറ്റ് സ്റ്റിമുലസ് ബിക്കോസ് ഓഫ് എ ബിഹേവിയർ നമ്മൾ ചെയ്യാതിരിക്കുകയാണ്. പക്ഷെ ഇതിന് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് കൂടുതലായിട്ടുള്ളത്. അതായത് ചിലപ്പോൾ ഒരു ബിഹേവിയർ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ബിഹേവിയർ സപ്രസ് ചെയ്യാൻ പറ്റുമായിരിക്കും, അതിനെ കുറച്ച് നാൾ അടിച്ചമർത്താൻ പറ്റുമായിരിക്കും, പക്ഷെ അത് വളരെ ടെമ്പററി ആയിരിക്കും. കാരണം ആ കുട്ടി എന്തുകൊണ്ടായിരിക്കും ആ ബിഹേവിയറിനെ സപ്രസ് ചെയ്തിട്ടുണ്ടാവുക? പേടി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ റിസെൻമെൻറ്റ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അഗ്രഷൻ കൊണ്ടൊക്കെ ആയിരിക്കാം. കുറച്ച് കാലത്തേക്ക് മാത്രമേ ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുള്ളൂ. ഇനി ഷേപ്പിംഗ്, അതായത് ഷേപ്പിംഗ് എന്ന് പറയുന്നത് a method of teaching complex behavior by reinforcing successive small steps. Reinforcement is given for successive approximations of the target behavior. അതായത് നമ്മൾ നിരന്തരമായിട്ട് ഒരു ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും, അത് നമ്മൾ കുട്ടികളെ ശീലിപ്പിക്കാൻ കുറച്ച് പാടായിരിക്കും. പക്ഷെ നമ്മൾ ചെറിയ ചെറിയ രീതിയിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ സക്സസീവ് സ്മോൾ സ്റ്റെപ്സിലൂടെ അതിനെ റീഇൻഫോഴ്സ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പെൻസിൽ എടുത്ത് കൊടുക്കും, ചിലപ്പോൾ താഴെയിടും, പെൻസിൽ കൊടുക്കും താഴെയിടും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കും പിടിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ കൈകൊണ്ട് ചേർത്ത് പിടിച്ച് ലെറ്റേഴ്സ് നമ്മൾ ട്രേസ് ചെയ്ത് നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് നമ്മൾ ആ പ്രൊസീജിയർ ചെയ്ത് അത് കുറേ നേരം അല്ലെങ്കിൽ കുറേ ദിവസങ്ങളോളം റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഫൈനലി കുട്ടി എന്ത് ചെയ്യും, എങ്ങനെയാണ് ഒരു പെൻസിൽ ഹോൾഡ് ചെയ്ത് എഴുതേണ്ടത് എന്നുള്ളത് പഠിക്കും. അപ്പോൾ സ്കിന്നർ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, ഇതിൻ്റെ ടേംസ് കീ കോൺസെപ്റ്റ്സ് റിലേറ്റഡ് ടു ദിസ്. ഇനി സ്കിന്നറിൻ്റെ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ്, ദ സ്കിന്നർ ബോക്സ് ആൻഡ് ദ റാറ്റ്. ഓക്കെ, അപ്പോൾ ഈ ബോക്സ് അദ്ദേഹം എന്തിനാണ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ടു ഡെമോൺസ്ട്രേറ്റ് ദ വോളണ്ടറി ബിഹേവിയർ. നമുക്ക് ചില ബിഹേവിയേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതിനെ ഷേപ്പ് ചെയ്യാൻ പറ്റും, സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റിലൂടെ. ഇതിനു വേണ്ടി അദ്ദേഹം ഡിസൈൻ ചെയ്ത ബോക്സിനെയാണ് സ്കിന്നർ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോക്സിൽ എന്താണെന്ന് ഒരു ലിവർ ഉണ്ടാവും. ലിവർ എന്ന് പറഞ്ഞാൽ ധണ്ട് എന്നുള്ളതാണ് മലയാളത്തിൽ അർത്ഥം. അതായത് ഏതെങ്കിലും ഒരു യന്ത്രം പ്രവർത്തിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ധണ്ട് അല്ലെങ്കിൽ ഭാരം, ഇതിനു വേണ്ടി ഒരു സ്വിച്ച് പോലത്തെ ഒരു സാധനമാണ് ലിവർ എന്ന് പറയുന്നത്. പിന്നെ ഒരു ഫുഡ് ഡിസ്പെൻസർ ഉണ്ട്. ഫുഡ് ഡിസ്പെൻസർ എന്ന് പറഞ്ഞാൽ ഈ ലിവറിൽ പ്രസ് ചെയ്യുമ്പോൾ ഫുഡ് ഡിസ്പെൻസറിൽ നിന്നും എന്ത് വരും, ഓട്ടോമാറ്റിക്കായിട്ട് ഫുഡിൻ്റെ പെല്ലറ്റ്സ്, ഫുഡിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ വരും. ഇനി ചില സമയത്ത് ഒരു ലൈറ്റ് അല്ലെങ്കിൽ ഒരു ബസ്സറൊക്കെ, ഇപ്പോൾ ഈ ലെവറിൽ പ്രസ് ചെയ്യുമ്പോൾ ഒരു ലൈറ്റോ അല്ലെങ്കിൽ ബസ്സറോ വരും. അതൊരു ഡിസ്ക്രിമിനേറ്റീവ് സ്റ്റിമുലി ആയിട്ടാണ് വന്നിരുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഈ ലെവറിൻ്റെ ഒപ്പം തന്നെ അസോസിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ഈ ലെവറിൽ പ്രസ് ചെയ്യുമ്പോൾ ഒരു ലൈറ്റോ ഒരു ബസ്സറോ കത്തിക്കുകയോ സൗണ്ട് വരികയൊക്കെ ചെയ്യും. ഓക്കെ, ഇതാണ് അപ്പോൾ സ്കിന്നറിൻ്റെ ബോക്സ്. അപ്പോൾ ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഒരു റാറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഈ ലെവർ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു ഫുഡ് ഡിസ്പെൻസർ ഉണ്ട്, പിന്നെ സിഗ്നൽ ലൈറ്റ്സ് ഉണ്ട്, സ്പീക്കറുണ്ട്. അപ്പോൾ സ്പീക്കറിലൂടെ സൗണ്ടും ലൈറ്റ്സ് ബ്ലിങ്ക് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണെന്ന് പറഞ്ഞാൽ ഈ എല്ലാ പരീക്ഷണങ്ങൾക്കും ഇവിടെ നല്ല വിശപ്പുള്ള കാറ്റിനെയാണ് കേട്ടോ, അതായത് ഭക്ഷണമൊന്നും കൊടുക്കാതെ റാറ്റിനെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്, മൃഗങ്ങളെയാണ് ഉപയോഗിക്കുന്നത്. എ ഹംഗ്രി റാറ്റ് വാസ് പ്ലേസ്ഡ് ഇൻസൈഡ് ദ ബോക്സ്. ഇതിൻ്റെ ഭയങ്കര നെഗറ്റീവായിട്ട് ഈ ക്ലാസിക്കൽ അല്ലെങ്കിൽ ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിനെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് തായ്ലൻഡിൽ ഈ മൃഗങ്ങളെയൊക്കെ ഉപയോഗിക്കുന്നത്, എസ്പെഷ്യലി ടൈഗറിനെയൊക്കെ ഉപയോഗിക്കുന്നത്. അതിനെ ടൈഗർ, ചിമ്പാൻസി അതൊക്കെ ഈ ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. അവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച്, ഇതൊക്കെ പറഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമില്ല, വിശപ്പ് വരുത്തുന്നു എന്നുള്ളത് മാത്രമുള്ളത്. അതും വിശപ്പ് പ്ലസ് ഉപദ്രവം കൂടെ ചേർത്തിട്ടാണ് അതിനിങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഒരു ഹംഗ്രി കാറ്റിനെ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നിർത്തുന്നു. എന്നിട്ട് റാറ്റ് എന്താണ്, ഇപ്പോൾ നമ്മൾ എവിടെ ഇട്ടാലും റാറ്റ് ആണെങ്കിലും കാറ്റ് ആണെങ്കിലും ഇങ്ങനെ സ്നിഫ് ചെയ്യും, ഇങ്ങനെ മണക്കും, അവിടെ ഇവിടെയൊക്കെ പോയി സ്ക്രാച്ച് ചെയ്യും, ഇങ്ങനെ ബോക്സിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഓടിക്കളിച്ച് ഇങ്ങനെ നടക്കാം. അപ്പോൾ ഈ റാൻഡമായിട്ടുള്ള ഈ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ റാറ്റ് അറിയാതെ ആ ലെവറിൽ പ്രസ് ചെയ്യാണ്. അപ്പോൾ ഒരു പെല്ലറ്റ് ഓഫ് ഫുഡ്, ഒരു കഷ്ണം ഫുഡ് അതിന് കിട്ടുകയാണ്. അപ്പോൾ റാറ്റിന് മനസ്സിലാവുകയാണ് ഇങ്ങനെ ചെയ്താൽ എന്താവും, ഫുഡ് കിട്ടുമെന്നുള്ളത്. അപ്പോൾ റാറ്റ് ഇത് കൂടുതലായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അത് കൂടുതലായിട്ട് ലെവർ പ്രസ് ചെയ്യുക, അതും മുന്നത്തേക്കാളും പെട്ടെന്ന് പോയി പ്രസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഡെലിബറേറ്റ്ലി മനഃപൂർവ്വം തന്നെ അത് പ്രസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഫുഡ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒബ്സർവേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഇനീഷ്യലി അതൊരു ബൈ ചാൻസ് ആണ്, റാറ്റിന് അറിയില്ലായിരുന്നു അത് പ്രസ് ചെയ്യണം എന്നുള്ളത്, ബൈ ചാൻസ് ആണ് നടക്കുന്നത്. പക്ഷേ ഈ ബിഹേവിയർ കൂടുതൽ ഫ്രീക്വൻ്റ് ആൻഡ് ഫാസ്റ്റായി, കാരണം റാറ്റ് മനസ്സിലാക്കുകയാണ് ഈ ലെവറിൽ പ്രസ് ചെയ്താൽ ഫുഡ് കിട്ടും എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ്, ദ ബിഹേവിയർ വാസ് ഷേപ്ഡ് ബൈ കോൺസിക്വൻസസ്. ഈ ബിഹേവിയർ റാറ്റ് എക്സിബിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കാണിക്കാനുള്ള കാരണം എന്താണ്, ഈ ഫുഡ് കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഡിങ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ റാറ്റിൻ്റെ ബിഹേവിയർ, ദാറ്റ് മീൻസ് ദ ലെവർ പ്രസ്സിങ് വാസ് ലേൺഡ് ത്രൂ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്.
when the food was no longer provided, അതായത് നമ്മൾ പിന്നെ ആ ഫുഡ് കൊടുക്കുന്നില്ല, അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക, എക്സ്റ്റെൻഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ് സംഭവിക്കുക. ഈ ബിഹേവിയറും സ്റ്റോപ്പ് ആവും. അപ്പോൾ ഇതിൽ നിന്നും സ്കിന്നർ കാണിക്കുന്നത്, ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ബിഹേവിയർ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദ ബിഹേവിയർ. ഈ എക്സ്പെരിമെൻറ്റിനെയാണ് കൺഫേംഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറന്റ് കണ്ടീഷനിങ്. ദാറ്റ് മീൻസ് ബിഹേവിയേഴ്സ് ഫോളോഡ് ബൈ റിവാർഡിങ് കോൺസിക്വൻസസ് ആർ സ്ട്രെങ്തൻഡ്. നമ്മൾ ഏതെങ്കിലും ഒരു ബിഹേവിയർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിനെ റിവാർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് സ്ട്രെങ്തൻഡ് ആവും. റീഇൻഫോഴ്സ്മെൻറ്റ് ഷേപ്സ് ബിഹേവിയർ സിസ്റ്റമാറ്റിക്കലി ആൻഡ് പ്രഡിക്റ്റബിളി. നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ബിഹേവിയറിനെ എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിവാർഡ്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കത് സിസ്റ്റമാറ്റിക്കലി ആൻഡ് പ്രഡിക്റ്റബിളി നമുക്ക് ബിഹേവിയർ ഷേപ്പ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത എക്സ്പെരിമെൻ്റ് ആണ് ദി പീജിയൻ ആൻഡ് ദി പെക്കിംഗ് ഡെസ്ക്. ഇവിടെ എന്താണെന്ന് നോക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ചില ബിഹേവിയേഴ്സ് നമുക്ക് കണ്ടീഷൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റുക ത്രൂ റീഇൻഫോഴ്സ്മെൻറ്റ്. ഇദ്ദേഹത്തിൻ്റെ ഈ പ്രോജക്റ്റ് ഈവൻ വേൾഡ് വാർ II സമയത്ത് BS സ്കിന്നർ അദ്ദേഹം പറഞ്ഞിരുന്നു ഹിംസെൽഫ് ട്രെയിൻഡ് പീജിയൻസ് ടു ഗൈഡ് മിസൈൽസിനൊക്കെ ഗൈഡ് ചെയ്യുക. അതെന്ന് ഏതെങ്കിലും മിസൈലിന് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഓൾറെഡി ടാർഗറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള മിസൈൽസാണ്. അപ്പോൾ പണ്ട് ആ ഇനീഷ്യേറ്റീവ് സ്റ്റേജിൽ അത്രയും ഒരു ഡെവലപ്മെൻ്റ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ പീജിയൻ പോയിട്ട് ഏതാണോ ടാർഗറ്റ് ആ ടാർഗറ്റിൽ പോയിട്ട് പെക്ക് ചെയ്യും, അതായത് അതിൽ പോയി കുത്തും. അങ്ങനെ കൊത്തുമ്പോൾ മിസൈൽസ് അവിടെ പോയി കറക്റ്റായിട്ട് പതിക്കും എന്നുള്ളതാണ്. വെൻ പീജിയൻസ് പെക്ഡ് കറക്റ്റ്ലി, അങ്ങനെ കറക്റ്റ് സ്പോട്ടിൽ അവർ പെക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, ഫുഡ് പെലറ്റ്സ് കിട്ടും. ഇപ്പോൾ ഈവൻ റീസെൻ്റ്ലി പോലും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇങ്ങനെ പീജിയൻസിൻ്റെ രീതിയിലുള്ള നോട്ട് ഇന്ത്യ പാകിസ്ഥാൻ അങ്ങനെ യൂസ് ചെയ്തിരുന്നു. അതുപോലെ ചൈന ഒക്കെ യൂസ് ചെയ്തിരുന്നു എന്ന് പറയുന്നത് പക്ഷികളൊക്കെ യൂസ് ചെയ്തിരുന്നു അങ്ങനെ ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്ത് നിരീക്ഷിക്കാനും മറ്റുമായിട്ട്. ഓക്കെ, അതൊക്കെ ഇങ്ങനെ റിവാർഡ് കൊടുത്തിട്ട് ട്രെയിൻ ചെയ്യുന്നതാണ്. ഇനി എന്താണ് ഇതിന് വേണ്ടി ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ ഒരു ചേംബർ ഉണ്ടായിരുന്നു വിത്ത് എ ഡിസ്ക് ഓർ കീ ദാറ്റ് ദ പീജിയൻ കുഡ് പെക്ക്. അപ്പോൾ അതിൽ നിന്നും അവർക്ക് ഫുഡ് കിട്ടുന്നു എപ്പോഴാണോ ആ ഡിസ്കിൽ അല്ലെങ്കിൽ ആ കീയിൽ ആ പീജിയൻ പിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചില സമയത്ത് ഒരു ക്യൂ അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് ആയിട്ട് അതിൽ പെക്ക് ചെയ്യുമ്പോൾ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നു. അപ്പോൾ അതൊരു സ്റ്റിമുലസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും ഒരു ഹംഗ്രി പീജിയൻ ആണ് അതിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്തു. ഫസ്റ്റ് പീജിയൻ കുറേ റാൻഡം ബിഹേവിയേഴ്സ് വാക്കിംഗ്, ലുക്കിംഗ് അറൗണ്ട് ആൻഡ് ഫ്ലാപ്പിംഗ് ഒക്കെ ചെയ്തു. അങ്ങനെ ആക്സിഡൻ്റലി അത് ആ ഡിസ്കിനെ പെക്ക് ചെയ്യാണ്, അതായത് അതിൽ പോയിട്ട് കൊത്തുകയാണ്. അങ്ങനെ കൊത്തുമ്പോൾ ഒരു സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഗ്രെയിന് റിലീസ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഈ ബിഹേവിയർ പിന്നീട് കീപ്പ് ഓൺ റിപ്പീറ്റിംഗ് ആണ് ഫ്രം ദ പാർട്ട് ഓഫ് പീജിയൻ അത് വീണ്ടും വീണ്ടും ചെയ്യാണ്. അങ്ങനെ പീജിയൻ ഫൈനലി എന്ത് മനസ്സിലാക്കുകയാണ്, ഇപ്പം ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഡിസ്കിൽ പോയിട്ട് പെക്ക് ചെയ്താൽ എനിക്ക് ഫുഡ് കിട്ടും എന്നുള്ളത് മനസ്സിലാക്കണം. ഇനി ഇതിൻ്റെ തന്നെ അഡ്വാൻസ്ഡ് വേരിയേഷനിൽ സ്കിന്നർ പീജിയനെ എന്തിനൊക്കെ ട്രെയിൻ ചെയ്തു എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഓൺ ആകുമ്പോൾ മാത്രം പെക്ക് ചെയ്യുക. അതായത് ലൈറ്റ് ഓട്ടോമാറ്റിക്കലി അല്ല, അവരും സ്കിന്നർ ഓൺ ചെയ്യും, അപ്പോൾ പെക്ക് ചെയ്താൽ മാത്രമേ ഫുഡ് കിട്ടുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ലൈറ്റ് ഓൺ ആകുമ്പോൾ വന്ന് പെക്ക് ചെയ്യും. പിന്നെ ചില സിമ്പിൾസിലും ചില സ്പെസിഫിക് സീക്വൻസിലും പെക്ക് ചെയ്യാനായിട്ടും പീജിയനെ ട്രെയിൻ ചെയ്തിരുന്നു. അതുപോലെ തന്നെ കോംപ്ലക്സ് ടാസ്ക് ലൈക്ക് ടേണിങ് ഇൻ സർക്കിൾസ് ഓർ പ്ലേയിങ് എ സിമ്പിൾ ഗെയിം, ഇതെല്ലാം പീജിയനെ കൊണ്ട് പഠിപ്പിച്ചിരുന്നത്. ചില ഗെയിംസ് ഒക്കെ പ്ലേ ചെയ്യാനായിട്ടും പീജിയനെ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ അത് ഷേപ്പിംഗ് ആൻഡ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, അതായത് റെഡ് ലൈറ്റ് വരുമ്പോൾ പെക്ക് ചെയ്താൽ ഫുഡ് കിട്ടും, അങ്ങനെ കുറച്ച്. ഇഫ് ദർ ഇസ് നോ ലൈറ്റ് ഒരു റിവാർഡും ഇല്ല. ഇനി സെക്കൻഡ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ ലോ, മിഡ്, ഹൈ ഒരു എക്സ്ട്രീം ലൈറ്റ് കൊടുക്കുമ്പോൾ ഫുഡ് കിട്ടും, അങ്ങനെ ചെയ്തിരുന്നു. ഓക്കെ, അങ്ങനെ പീജിയൻ്റെ പെക്കിംഗ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഫോക്കസ്ഡായി റെഗുലറായി അതിന് സിഗ്നൽസിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റി. അതായത് ലൈറ്റ് ഓൺ ആണെങ്കിൽ പെക്ക് ചെയ്യുക, ഇഫ് ദർ ഇസ് നോ ലൈറ്റ് നോ പെക്കിംഗ് നോ ഫുഡ് എന്നുള്ളത് പീജിയൻ റിയലൈസ് ചെയ്യുകയാണ്. ഓക്കെ, അത് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനായിട്ട് ആർക്കും സാധിക്കുകയാണ്, പീജിയന് സാധിക്കുകയാണ്. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് എന്താണ് ഇല്ലസ്ട്രേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ചില സ്പെസിഫിക് ആയിട്ടുള്ള കോംപ്ലക്സ് ബിഹേവിയർ പോലും നമ്മൾ സിസ്റ്റമാറ്റിക് റീഇൻഫോഴ്സ്മെൻറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഷേപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ബിഹേവിയർ എന്ന് പറയുന്നത് ജസ്റ്റ് ആക്സിഡൻ്റൽ മാത്രമല്ല, അത് പർപ്പസ്ഫുള്ളി കണ്ടീഷനും കൂടെ ആയിരിക്കണം. അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് ചില ബിഹേവിയേഴ്സിനെ സസ്റ്റെയിൻ ചെയ്യാനും റിഫൈൻ ചെയ്യാനും ഒക്കെ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ സ്റ്റിമുലസ് കൺട്രോളിൻ്റെ ഇമ്പോർട്ടൻസും ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ മനസ്സിലാക്കും. ഇനി ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ ഒരു ABC മോഡൽ എന്ന് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ആൻറ്റിസീഡൻറ്റ്.
അതായത് ദ സെറ്റിംഗ് ഓർ ക്യൂ ബിഫോർ ദ ബിഹേവിയറിന് മുമ്പ് തന്നെ സെറ്റ് ചെയ്യുന്ന ഒരു ക്യൂ അല്ലെങ്കിൽ സ്റ്റിമുലസിനെയാണ് പറയുക. ഇപ്പോൾ ഒരു ക്വയറ്റ് ക്ലാസ് റൂം അല്ല, ഇപ്പോൾ നമ്മളൊരു ക്ലാസ് റൂമിൽ ഇപ്പോൾ ഒരു ടീച്ചർ ഓൾറെഡി ക്വയറ്റ് ആക്കി നിർത്തിയിരിക്കുകയാണ്, എല്ലാവരും സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എക്സാം ഒക്കെയാണ്, നമ്മൾ ആ ക്ലാസ് റൂമിൽ ചെയ്യുമ്പോൾ എല്ലാവരും ഭയങ്കര സൈലൻ്റ് ആയിട്ട് പഠിക്കുകയായിരിക്കും, അല്ലെങ്കിൽ അവർ അതിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കും. ഇപ്പോൾ നമ്മളൊരു എക്സാം പറഞ്ഞിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കാം, നമ്മൾ ആ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ തന്നെ പിള്ളേരൊക്കെ ഭയങ്കര ഡീസൻ്റ് ആയിട്ട് ക്വയറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ അതൊരു സെറ്റിംഗ് ആണ് ഫോർ കണ്ടക്ടിങ് ദ എക്സാം. കുട്ടികൾ എക്സാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല അവർ മിണ്ടാതിരിക്കുന്നത്, മിണ്ടാതിരുന്നാൽ ടീച്ചർ എക്സാം കണ്ടക്ട് ചെയ്യില്ലല്ലോ എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ. അപ്പോൾ അതൊരു സെറ്റിംഗ് ആണ്. ഇനി അടുത്തത് ബിഹേവിയർ, ദ ആക്ഷൻ പെർഫോംഡ് ബൈ ദ ലേണർ. അതായത് ഒരു വർക്ക് ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യുക, ലേണർ ചെയ്യുന്ന ഒരു ആക്ഷനാണ് ബിഹേവിയർ എന്ന് പറയുന്നത്. കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ റിസൾട്ടിനെ, ഈ ഒരു റീഇൻഫോഴ്സ്മെൻറ്റോ പണിഷ്മെൻറ്റോ കഴിഞ്ഞിട്ട് വരുന്ന റിസൾട്ടിനെയാണ് കോൺസിക്വൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സ്റ്റിക്കർ കൊടുക്കുക, സ്റ്റാർ കൊടുക്കുക, ഇതൊക്കെ കോൺസിക്വൻസസ് ആണ്. അപ്പോൾ ചില ബിഹേവിയറിനെ ഈ കോൺസിക്വൻസസ് ആണ് എന്ത് ചെയ്യുന്നത്, സ്ട്രെങ്തൻ ചെയ്യുന്നതും വീക്കൻ ചെയ്യുന്നതും, അല്ലാതെ സ്റ്റിമുലസ് അല്ല. ഇപ്പം ഒരു സ്റ്റിമുലസ് കൊണ്ട് ഒരു ബിഹേവിയർ വരാം, പക്ഷേ ഈ ബിഹേവിയറിന് നമ്മൾ എന്ത് കൊടുക്കുന്നു, നമ്മൾ ആ കുട്ടി അതിനെ അടിക്കുകയാണോ, ചീത്ത പറയുകയാണോ, അത് അപ്രീഷിയേറ്റ് ചെയ്യണോ എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്കിന്നർ പറയുന്നത്. ഇനി ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ, അതായത് ഒരു പോസിറ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതിന് പറ്റും. ഡിസ്ട്രാക്ഷൻസും ഫ്രസ്ട്രേഷൻസും റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സമയത്തിനും അതുപോലെ തന്നെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കാനായി പറ്റും. റീഇൻഫോഴ്സ്മെൻറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഇമ്മീഡിയറ്റ് ആയിട്ടും ഫ്രീക്വൻ്റ് ആയിട്ടും നമുക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നീറ്റ് റൈറ്റിംഗ്, ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ആണെങ്കിൽ അപ്പം തന്നെ ഒരു റിവാർഡൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് ആ ഹാബിറ്റിനെ സ്ട്രെങ്തൻ ചെയ്യും. പണിഷ്മെൻറ്റിനെ മാക്സിമം അവോയ്ഡ് ചെയ്യുക, അതായത് പണിഷ്മെൻറ്റ് ഓവർ യൂസ് ചെയ്താൽ ഫിയർ ആയിരിക്കും കുട്ടിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുക. അതായത് ഒരു ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരു കുട്ടിയെ സ്കോൾഡ് ചെയ്യുന്നതിന് പകരം പ്രോപ്പർ ക്ലാസ് റൂം ബിഹേവിയർ ടീച്ച് ചെയ്യുക. ഓക്കെ, അതായത് പണ്ട് സ്കൂളിൽ ഇത് പണിഷ്മെൻറ്റ് എങ്ങനെയായിരുന്നു, പണ്ടൊക്കെ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളും പെൺകുട്ടികളും, ഇപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഒന്നിച്ചിരിക്കില്ല, നന്നായി സംസാരിക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ കൊണ്ട് ആൺകുട്ടികളുടെ കൂടെ ഇരുത്തും, അതൊരു പണിഷ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഷി വിൽ സ്റ്റോപ്പ് ടോക്കിംഗ്, ബിക്കോസ് സെയിം ജെൻഡർ ആയതുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളൊരു അസംഷൻ കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്തത് പ്രോഗ്രാംഡ് ലേണിംഗ്. പ്രോഗ്രാംഡ് ലേണിംഗും സ്കിന്നർ ഇൻട്രൊഡ്യൂസ് ചെയ്താണ്. ലേണിങ്ങിനെ സ്മോൾ സ്റ്റെപ്സ് ആയിട്ട് ബ്രോക്കൺ ചെയ്യുക, ലേണർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്കും റീഇൻഫോഴ്സ്മെൻറ്റും കൊടുക്കുക. അതായത് ഈ ലേണിംഗ് ആപ്സും ക്യൂസസ് ഒക്കെ കൊടുക്കുക. അപ്പോൾ ക്യൂസസ് എന്താ പറയുക, ലേണിംഗ് ഒരു ചാപ്റ്റർ ഫുള്ളായിട്ട് അങ്ങനെ പഠിപ്പിക്കാതെ ചെറിയ ചെറിയ ക്യൂസസിലൂടെയൊക്കെ ബ്രോക്കൺ പാർട്സ് ആയിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പഠിക്കാനായിട്ട് സാധിക്കും. ഇനി ഷേപ്പിംഗ് ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ്, ഗ്രാജുവലി ടീച്ച് കോംപ്ലക്സ് ടാസ്ക് ബൈ റീഇൻഫോഴ്സിങ് ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്സ്. അതായത് ലെറ്റർ ബൈ ലെറ്റർ അക്യൂറസിയോടുകൂടി സ്പെല്ലിംഗ് ഒക്കെ പഠിപ്പിക്കുന്നത് സ്കിൽ ഡെവലപ്മെൻറ്റിന് ഹെൽപ്ഫുൾ ആയിരിക്കും. ക്ലാസ് റൂം മാനേജ്മെൻറ്റ്, അതായത് ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ ഇതിൽ നെഗറ്റീവ് ആയിട്ട് റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് ചെയ്യുന്നത് ബോർഡിൽ പേരൊക്കെ എഴുതിയിട്ടിട്ട് ക്ലാസ് റൂം മാനേജ്മെൻറ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ സൈലൻ്റ് ആയിരിക്കുന്ന ഏറ്റവും ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് സ്മൈലി കാർഡ്സ് കൊടുക്കുക, സ്റ്റാർസ് കൊടുക്കുക, പെൻസിൽ കൊടുക്കുക, ഇതൊക്കെ ക്ലാസ് റൂം മാനേജ്മെൻറ്റിൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഇനി ഓവർകമ്മിങ് ആങ്സൈറ്റി ആൻഡ് ഫിയർ, റീഇൻഫോഴ്സ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഡീസെൻസിറ്റൈസേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അത് അവരുടെ ഫിയേഴ്സൊക്കെ, അവർക്ക് എന്തെങ്കിലും പേടികളോ ഫോബിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ ഒരു കുട്ടിക്ക് പബ്ലിക് സ്പീക്കിങ്ങിന് ഭയങ്കര പേടിയുണ്ടെങ്കിൽ അത് ആ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ആ ഒരു എഫേർട്ടിന് വേണ്ടി എന്തെങ്കിലും റിവാർഡ് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ ക്രൗഡ് ആങ്സൈറ്റി അല്ലെങ്കിൽ സ്റ്റേജ് ഫിയർ തുടങ്ങിയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തതാണ് ബിഹേവിയർ മോഡിഫിക്കേഷൻ തിയറി. അത് ചില കുട്ടികൾക്ക് ബിഹേവിയറൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഡിസൈഡ് ബിഹേവിയേഴ്സ് റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബിഹേവിയർ മോഡിഫിക്കേഷൻ തിയറി ആയിട്ടും ഓപ്പറന്റ് കണ്ടീഷനിങ് യൂസ് ചെയ്യാം. ഇവിടെ ഒരു കമ്പാരിസൺ ചാർട്ട് ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്താൽ മതി. സെയിം കാര്യം തന്നെയാണ്, വിത്ത് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ്, നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ്, അതുപോലെ തന്നെ പോസിറ്റീവ് പണിഷ്മെൻറ്റ്, നെഗറ്റീവ് പണിഷ്മെൻറ്റ് ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യാം. ഇനി ഇത് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഓപ്പറന്റ് കണ്ടീഷനിങ്ങും തമ്മിലുള്ള വ്യത്യാസം ഇത് ഓൾറെഡി പറഞ്ഞാണ്, ജസ്റ്റ് പറഞ്ഞു പോവാം. ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇൻവോളണ്ടറി റിഫ്ലക്സസിലാണ് ഫോക്കസ് ചെയ്യുന്നത്, ഓപ്പറന്റ് വോളണ്ടറി ബിഹേവിയേഴ്സിൽ. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ റെസ്പോൺസിന് മുമ്പ് സ്റ്റിമുലസ് ഉണ്ടാവും. ഓപ്പറന്റ് കണ്ടീഷനിങ് ഫോക്കസ് ചെയ്യുന്നത് കോൺസിക്വൻസ് ആഫ്റ്റർ റെസ്പോൺസ് ആണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ ലേണർ പാസീവാണ്, ഓപ്പറന്റിൽ ലേണർ ആക്റ്റീവാണ്. പിന്നെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ സ്റ്റിമുലസ് റെസ്പോൺസ് ആണ്. ഇതിനെ
റിവേഴ്സ് ചെയ്യുക അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്തിരിക്കുന്നതാണ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ്. ഇതിൽ വരുന്നത് റെസ്പോൺസ് സ്റ്റിമുലസ് അല്ലെങ്കിൽ റെസ്പോൺസ് കോൺസിക്വൻസ് ആണ് ഇതിൽ വരുന്നത്. ഇനി ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇസ് ബേസ്ഡ് ഓൺ അസോസിയേഷൻ, ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ഇസ് ബേസ്ഡ് ഓൺ കോൺസിക്വൻസസ്. അപ്പോൾ സാലിവേറ്റിംഗ് ടു എ ബെല്ലാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ എക്സാമ്പിൾ. ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിൻ്റെ എക്സാമ്പിൾ എന്താണ്? പ്രസ്സിംഗ് ലെവർ ഫോർ ഫുഡ്. ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങളൊരു ന്യൂസ് കണ്ടിട്ടുണ്ടാവും, ബ്രസീലിലോ എവിടെയോ ഒരു പൂച്ചയെ ഡ്രഗ്സ് ഒക്കെ സ്മഗിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിസൻ്റെ ഉള്ളിലേക്ക് ഡ്രഗ്സ് സ്മഗിൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നു. ഇത് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ആണ്. അതായത് പൂച്ചയുടെ മേത്ത് ഫുഡൊക്കെ കെട്ടിവെച്ച് പ്രിസൻ്റെ ഉള്ളിലേക്ക് പറഞ്ഞു വിടുന്നു. അവരതിന് അവിടെ പൂച്ചയ്ക്ക് റിവാർഡ് കൊടുക്കുന്നു. റിവാർഡ് എന്ന് പറയുന്നത് ഫുഡായിരിക്കും. അപ്പോൾ പൂച്ച എന്ത് ചെയ്യുന്നു? ഈ ആക്ടിവിറ്റി കീപ്പ് ഓൺ റിപ്പീറ്റ് ചെയ്യുന്നു. ഇത് ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിൻ്റെ ഒരു റിയൽ ലൈഫ് റീസെൻ്റ് എക്സാമ്പിൾ ആണ് ഇത്. ഓക്കെ, ഇനി കൺക്ലൂഡ് ചെയ്യാനായിട്ട് നമുക്ക് പറയാം, സ്കിന്നറിൻ്റെ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് തിയറി സൈക്കോളജിയെ റെവല്യൂഷണൈസ് ചെയ്തു. അതിന് പല പവർഫുൾ ആയിട്ടുള്ള കോൺസിക്വൻസസും അല്ലെങ്കിൽ ദ പവർ ഓഫ് കോൺസിക്വൻസസ് ഇൻ ബിഹേവിയർ, അതാണത് എംഫസൈസ് ചെയ്തത്. ഇത് ഭയങ്കര എഫക്റ്റീവാണ് ഇൻ ടീച്ചിങ്, എസ്പെഷ്യലി ബിഹേവിയർ മാനേജ്മെൻറ്റ്, തെറാപ്റ്റിക് ഇൻ്റർവെൻഷൻ, സ്കിൽ ഡെവലപ്മെൻറ്റ്, ക്ലാസ് റൂം ടീച്ചിങ്ങിലൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഇത് ഫോക്കസ് ചെയ്യുന്നത് ഒബ്സർവബിൾ ആൻഡ് മെഷറബിൾ ബിഹേവിയേഴ്സിലാണ്. അപ്പോൾ കുറച്ചും കൂടെ മേക്കിംഗ് ഇറ്റ് പ്രാക്ടിക്കൽ ഫോർ എഡ്യൂക്കേറ്റേഴ്സ്, അത് സ്റ്റുഡൻറ്റ് ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ റീഇൻഫോഴ്സ്മെൻറ്റും ഷേപ്പിങ്ങും സ്ട്രക്ചർഡ് ഫീഡ്ബാക്കും ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ഐ വിൽ സ്റ്റോപ്പ് ഹിയർ.